ഹലോ, വെൽക്കം ടു റൂം മേക്ക് ഓവർ സീരീസ് പാർട്ട് 4. ഇന്ന് ഈ ടേബിളിന്റെ കോർണറിൽ നമുക്ക് പെയിന്റ് ചെയ്ത് കുറച്ച് വാൾ സ്റ്റിക്കേഴ്സ് അല്ലെങ്കിൽ വാൾ പോസ്റ്റേഴ്സ് എന്നൊക്കെ പറയും, അത് നമുക്കൊന്ന് ചെയ്തെടുക്കാമല്ലോ. അതിനായിട്ട് ഞാൻ ആദ്യം കുറച്ച് ചാർട്ട് പേപ്പേഴ്സ് എടുക്കുന്നുണ്ട്. ഈ ചാർട്ട് പേപ്പർ ഞാൻ ഈക്വൽ 16 പീസസ് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പേപ്പർ കട്ടർ യൂസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. നമുക്ക് നല്ല ഫിനിഷിങ്ങോടുകൂടി കട്ട് ചെയ്യാൻ ഏറ്റവും ബെറ്റർ സിസേഴ്സിനെക്കാട്ടും ഇതുപോലത്തെ കട്ടേഴ്സാണ് കേട്ടോ. ഓരോന്നായിട്ട് ഞാൻ നല്ല കെയർഫുൾ ആയിട്ടാണ് കട്ടിങ്, അഡ്ജസ്റ്റ് ഒന്നും കീറി പോവാണ്ട് നല്ല കെയർഫുൾ ആയിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് ഏകദേശം വാൾ പോസ്റ്റേഴ്സിന്റെ അത്രയും ലെങ്ത്തിൽ നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ചാർട്ട് പേപ്പർ വെച്ചിട്ട് തന്നെ എനിക്ക് ആ കോർണറിൽ മൊത്തമായിട്ട് സെറ്റ് ചെയ്യാനുള്ള വാൾ പോസ്റ്റേഴ്സ് ചെയ്യാനുള്ള അത്രയും ലെങ്ത് ഈ വൈറ്റ് ചാർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് മൊത്തം കവറായിട്ട് കിട്ടി. ഇത് ഈ വാൾ പോസ്റ്റേഴ്സ് പെയിന്റിങ്ങിന്റെ പാർട്ട് 1 ആണ്. ഈ കാണുന്ന ഇത്രയും ലെങ്ത്തിലാണ് ഞാൻ വാൾ പോസ്റ്റേഴ്സ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിൻട്രസ്റ്റിൽ നിന്ന് റെഫറൻസ് എല്ലാം നോക്കിയിട്ടാണ് ഞാൻ എന്റെ റൂമിന് ചേരുന്ന രീതിക്കുള്ള വാൾ പോസ്റ്റേഴ്സ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ആദ്യം പെൻസിൽ വെച്ചിട്ട് ഒന്ന് ട്രേസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഏതൊക്കെ ഡിസൈൻസ് ആണെന്ന് നോക്കിയേ. എല്ലാം പിങ്ക്, റെഡ്, ഡാർക്ക് പിങ്ക്, പിന്നെ വൈറ്റ്, ഈ കോമ്പിനേഷനിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എന്റെ റൂമിൽ പിങ്ക് പെയിന്റ് ആണ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് മാച്ച് ചെയ്ത് പോകുന്ന രീതിക്കുള്ള വാൾ പോസ്റ്റേഴ്സ് ആണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. പെഗ് ബോർഡ് വൈറ്റ് ആയതുകൊണ്ട് അതിലേക്ക് മാച്ച് ആവുന്ന രീതിക്ക് വൈറ്റ് കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഞാൻ റെഫറൻസ് പോലെ തന്നെ വരച്ചെടുക്കുന്നുണ്ട്. ആദ്യം ഒരു ലവ് എന്നുള്ളത് ആണ് ചെയ്തെടുത്തത്. പിൻട്രസ്റ്റിന്ന് റെഫറൻസ് നോക്കിയിട്ട് പലതരം ഇമേജസ് കണ്ടെങ്കിലും എനിക്കിഷ്ടപ്പെട്ട ഡിസൈൻസ് ഞാൻ സെലക്റ്റീവ് ആയിട്ട് എടുത്തിട്ട് അതിൽ നിന്നാണ് ഞാൻ ഓരോ ഡിസൈൻസും വരച്ചിട്ടുള്ളത്. ഇത് ചെയ്യാൻ ഇത്രയും സമയം എടുക്കും എന്നുള്ളത് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി. ഇന്നലത്തെ ഒരു ദിവസം മൊത്തം ഇതിന് വേണ്ടിയിട്ട് പോയി. പക്ഷെ എനിക്ക് ഫൈനൽ ഔട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മള് കടയിൽ നിന്നൊക്കെ പ്രിന്റ് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്യില്ലേ, അതിനെക്കാട്ടിലും ഭംഗിയും അതേപോലെ സാറ്റിസ്ഫാക്ഷൻ ആണ് എനിക്ക് തോന്നിയത്. നമ്മൾ സെൽഫായിട്ട് DIY ആയിട്ട് ഒരു സാധനം ചെയ്തിട്ട് അത് നമ്മുടെ റൂമിൽ വെച്ചിട്ട് നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും നല്ലൊരു ഔട്ട് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കില്ലേ. അതുപോലത്തെ ഒരു ഫീൽ ആയിരുന്നടാ. എന്തോ ഒരു ഭംഗിയായിരുന്നു കാണാൻ. എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് ഒന്ന് കമന്റിൽ പറയണേ. ഇപ്പൊ ഈ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിസൈൻ എനിക്ക് പെൻസിൽ വെച്ച് വരച്ച് പക്കൽ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പെയിന്റ് ചെയ്ത് വന്നപ്പോ നല്ല ഭംഗിയായിരുന്നേ. വാളിൽ സ്റ്റിക്ക് ചെയ്തിട്ട് കാണാൻ അതിലും ഭംഗിയായിരുന്നു. എനിവേ, നമ്മുടെ ചാനൽ ഒരു ഗിവ് അവേ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ 5K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴാണ് ഞാൻ ഗിവ് അവേ അനൗൺസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഗിവ് അവേൻ്റെ കാര്യങ്ങളും എല്ലാം അറിയാൻ പറ്റും. ഞാൻ ഒരു പെഗ് ബോർഡാണ് ഗിവ് അവേ ആയിട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. എസ്തറ്റിക് റൂംസ് ഇഷ്ടപ്പെടുന്ന ആരാണ് ഒരു പെഗ് ബോർഡൊക്കെ ഇഷ്ടപ്പെടാണ്ട് നിൽക്കുക. അതുകൊണ്ട് ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ആദ്യം ഞാനൊരു പെഗ് ബോർഡ് തന്നെ ഗിവ് അവേ ആയിട്ട് തരാമെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാം റെഡിയാക്കിയിട്ട് വെക്കുക. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. നിങ്ങൾക്ക് ഗിവ് അവേൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും അറിയാനും പറ്റും. അങ്ങനെ സംസാരിച്ചതേ നമ്മുടെ ട്രൈസിങ് ഏകദേശമൊക്കെ തീരാനായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട് വരച്ച പലതും പെയിന്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഒരു ഭംഗി വന്നില്ല. ചിലതിന് ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ഭംഗി വരികയും ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ കോർണർ നോക്കിയിട്ട് ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്കെന്തോ ഇത് ഞാൻ തന്നെ ചെയ്തതാണോ എന്നൊരു സംശയം. അത്രയും എനിക്കിഷ്ടപ്പെട്ട് എനിക്ക് എൻ്റെ ഈ കോർണർ ഇപ്പം കാണുമ്പോൾ. ഈ ഒരു ഡിസൈൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒന്നായിരുന്നേ. പക്ഷേങ്കിൽ ഇത് പെയിന്റ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ച അത്ര ഒരു ഭംഗി കിട്ടിയില്ല. അടുത്തത് വരയ്ക്കുന്ന ഗ്രിഡ് ഡിസൈൻ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വരച്ചപ്പോൾ ഭംഗി തോന്നിയില്ലെങ്കിൽ പെയിന്റ് ചെയ്ത് വാളിൽ സ്റ്റിക്ക് ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ട്രേസ് ചെയ്ത് കൊടുക്കുന്നത് നോർമൽ സ്പീഡിലും പെയിന്റ് ചെയ്യുന്നത് ഞാൻ ടൈം ലാപ്സിലാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ പെയിന്റ് ചെയ്യുന്നത് അത്യാവശ്യം സ്പീഡായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. എന്നാലേ വീഡിയോ വല്ലാണ്ട് ലോങ് ആവാണ്ട് പെട്ടെന്ന് തീർക്കാൻ പറ്റുള്ളൂ. അത്യാവശ്യം സ്പീഡിലാണ് വരച്ചതെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതിൽ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്.
ഈ ഗ്രിഡ് ഡിസൈൻ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇതുപോലത്തെ ഒരു ഫൈനൽ ഔട്ട് എനിക്ക് കിട്ടും എന്നുള്ളത്. ഇതില് ഈ ഹാർട്ടുള്ള ഭാഗത്ത് ജസ്റ്റ് പിങ്ക് ഷെയ്ഡ് വെച്ചിട്ട് ഹാർട്ട് വരയ്ക്കുന്നു. പ്ലെയിൻ ആയിട്ടുള്ള ഭാഗത്ത് ലൈറ്റ് പിങ്ക് വെച്ചിട്ട് ആ ഗ്രിഡ് ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഡിസൈന് ഭംഗി വരുന്നൊന്നും വിചാരിച്ചില്ലെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുപോലെ ആ വെബ് വരുന്ന ഡിസൈൻ ഉണ്ട്, ഹാർട്ടിന്റെ ചുറ്റും വെബ് വരുന്ന ഡിസൈൻ, അതും ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു മൊത്തത്തിൽ ഇതിന്റെ ഫൈനൽ ലുക്ക് കാണാൻ വേണ്ടിയിട്ട്. എല്ലാതും ഒരുപോലെ ജസ്റ്റ് ഫോട്ടോസ് മാത്രമാകുമ്പോൾ ഭംഗി ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു കോട്സ് കൂടെ കൊടുത്തിട്ടുണ്ട്. യെസ് ഗേൾ യു ക്യാൻ എന്ന് പറഞ്ഞിട്ടുള്ള നമുക്ക് മോട്ടിവേഷൻ കിട്ടുന്ന ഒരു സംഭവം നമ്മളെ വാളിൽ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ആരുടെ ഒരു മോട്ടിവേഷൻ ആവശ്യമില്ലല്ലോ. അപ്പം സെൽഫ് മോട്ടിവേഷൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരു കോഴ്സും കൂടെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് ഇതിൽ വരുമ്പോൾ മൊത്തത്തിൽ കാണുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. എങ്ങനെ ആണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത് ഫൈനൽ ഔട്ട് കണ്ടിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് കാണാൻ ഇഷ്ടം എന്നുള്ളത് അതും പറയണേ. ഞാനിനി ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ് എല്ലാം ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതുപോലത്തെ വീഡിയോസ് തന്നെ ഇനി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ഹാർട്ടിന് ചുറ്റും വെബ് വരുന്ന ഡിസൈൻ. ഇതിൻ്റെ ഫൈനൽ ഔട്ട് വരച്ച് കഴിഞ്ഞിട്ട് കണ്ടപ്പോൾ എനിക്ക് ഇത് ഞാൻ തന്നെ വരച്ചാണോ എന്നൊരു സംശയം. അത്രയും ഭംഗിയുണ്ടായിരുന്നേ. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇതുപോലത്തെ ഒരു ഔട്ട് ഞാൻ സെൽഫായിട്ട് പെയിൻറ് ചെയ്ത് വരുന്ന അതിന് കിട്ടും എന്നുള്ളത്. ശരിക്കും നമ്മൾ കടയിൽ നിന്ന് പ്രിന്റ് ചെയ്യിപ്പിച്ചത് നമ്മൾ ഓൺലൈനിലൊക്കെ ഓർഡർ ചെയ്യുന്ന വാൾ പോസ്റ്റേഴ്സില്ലേ, ജസ്റ്റ് അതിൻ്റെ അതേ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്കിപ്പോൾ റൂമിലേക്ക് കയറുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ്. ഇത് മൊത്തത്തിൽ ഇങ്ങനെ കാണുമ്പോൾ, ഈ ഒരു കോർണർ ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടം. എനിക്ക് എൻ്റെ റൂമിൽ മാത്രമായിട്ട് ഇരിക്കാൻ തോന്നുന്നു. പക്ഷെ എനിക്ക് ബിസി ലൈഫ് ആയതുകൊണ്ട് ഞാൻ വല്ലപ്പോഴും എൻ്റെ റൂമിൽ കയറാറുള്ളൂ. ബാക്കിയുള്ള സമയത്തൊക്കെ താഴെ എനിക്കൊരു വേറെ റൂമുണ്ട്, അവിടെയാണ് ഞാൻ കിടക്കാറും ബാക്കി എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാറ്. ഇപ്പോൾ വീഡിയോ എടുക്കാനും ജസ്റ്റ് ഈ റൂം മൊത്തത്തിൽ ഒന്ന് കാണാനും വേണ്ടിയിട്ടല്ലാതെ ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ കയറലേ ഇല്ല. റൂം മൊത്തത്തിൽ സെറ്റ് ചെയ്തിട്ട് വേണം ഇനി എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് മാത്രമായിട്ട് ചെയ്യാൻ. നോക്കടാ, സംസാരിച്ച് നമ്മുടെ ഹാർട്ടിന് ചുറ്റും വെബ് വരുന്ന ഡിസൈനൊക്കെ വരച്ച് കംപ്ലീറ്റ് ആയി. ഇത് ട്രേസ് ചെയ്ത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയായിരുന്നേ. പെയിൻറ് ചെയ്ത് കാണാൻ അതിലും ഭംഗിയായിരുന്നു. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ട്രേസിങ്ങിലെത്തി. ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ്. കുറച്ച് വെയിൻസ് വരച്ചിട്ട് അതിൻ്റെ അറ്റത്ത് ഹാർട്ട് വരുന്നൊരു ഒരു പെയിൻറ്റിങ്. ഇത് ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ. ഇതിലൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. ബാക്കിയെല്ലാം ഒരു സിമിലർ ആണെങ്കിലും ഇതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. ഞാൻ കണ്ട എല്ലാത്തിലും ഏകദേശം ഒരുപോലത്തെ ഡിസൈനാണ് പിൻട്രസ്റ്റിൽ കാണിക്കുന്നത്. പക്ഷേ ഇതൊരു വെറൈറ്റി ആയിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത്. മൊത്തത്തിൽ വെച്ചിട്ട് കാണുമ്പോൾ അത് എടുത്ത് കാണുന്നുണ്ടായിരുന്നു. ആ ഒരു ഡിസൈനും ആ ഒരു പോസ്റ്ററും എടുത്ത് കാണുന്നുണ്ടായിരുന്നു. ഇത് കാണാൻ സിമ്പിളായിരുന്നെങ്കിലും ഫൈനൽ ലുക്കിൽ ഇത് ഒരുമിച്ച് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നേ. അപ്പം ഇനി നമുക്ക് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്താലോ. പെയിൻറ്റിങ് ഞാൻ ടൈം ലാപ്സിലാണ് എടുപ്പിക്കുന്നത്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് നോർമൽ വീഡിയോ എടുക്കുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്തി ആയിട്ട് പോകും വീഡിയോ. അതുകൊണ്ട് ഞാൻ ടൈം ലാപ്സിലെടുത്ത് അത്യാവശ്യം നല്ല സ്പീഡി ആയിട്ടുള്ളൊരു വീഡിയോ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇത് ഡയറക്റ്റ് എഡിറ്റ് ചെയ്യാണ്ട് ഇതിൽ കാണിക്കുകയാണ് ചെയ്യുന്നത്. ഓരോന്നും വരച്ച് തീരുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവുന്നത്. അത്യാവശ്യം ടൈം എടുത്തിട്ടുണ്ട്. ഇന്നലെ കംപ്ലീറ്റ് എടുത്തിട്ടാണ് ഞാൻ ഈ വാൾ പോസ്റ്റേഴ്സ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ 8 വാൾ പോസ്റ്റേഴ്സാണ്, സെക്കൻഡ് പാർട്ട് വീഡിയോയിലും അതുപോലെ 8 വാൾ പോസ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഈ കോർണർ സെറ്റ് ചെയ്യാൻ മൊത്തം എനിക്ക് 16 വാൾ പോസ്റ്റേഴ്സാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. കറക്റ്റ് എൻ്റെ ടേബിളിൻ്റെ സൈസിനനുസരിച്ച് കറക്റ്റ് 16 വാൾ പോസ്റ്റേഴ്സ് ഇതിൽ കറക്റ്റായിരുന്നു. അപ്പോൾ ഞാൻ അതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ വീഡിയോസും എടുത്ത് കഴിഞ്ഞതുമാണ്. 2 പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ബോറടിച്ച് തുടങ്ങിയപ്പോൾ ഞാൻ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കാർട്ടൂണൊക്കെ പ്ലേ ചെയ്തിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. ഈ കാർട്ടൂൺ പ്ലേ ചെയ്യുന്നത് 2 കാരണമുണ്ട്. ഒന്ന്, ഞാൻ ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു കാരണം അതാണ്. 2, ഒരുപാട് ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാനിങ്ങനെ ഒരു വീഡിയോ പ്ലേ ആവുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതുപോലെ ജസ്റ്റ് ഒരു വീഡിയോ പ്ലേ ചെയ്തിട്ടുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞ ഗ്രിഡ് ഡിസൈൻ. ഇത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചെറുതായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജേണലിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ഗ്രിഡ് ഡിസൈനാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ഇതിൻ്റെ കളർ
ആ വാളിൽ സ്റ്റിക്ക് ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ട് മനസ്സിലാവുന്നത്. ഒരു ലൈറ്റ് പിങ്ക് കളർ ഗ്രിഡിൻ്റെ അകത്തും ഹാർട്ടിന് ഡാർക്ക് പിങ്ക് കളറാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ടിലുള്ള ഡിസൈൻസിൽ ഞാൻ വല്ലാണ്ട് റെഡ് കളർ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പക്ഷെങ്കിൽ രണ്ടാമത്തെ പാർട്ട് വീഡിയോയിൽ ഞാൻ അത്യാവശ്യം പിങ്കും ഡാർക്ക് പിങ്കും റെഡും ഒരു ടൈപ്പ് ഗ്രീനും ഒക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത് ഹാർട്ടിന് ചുറ്റും വെപ്പ് വരുന്ന ഡിസൈൻ. എൻ്റെ മോനെ എന്തോ ഒരു ഭംഗിയായിരുന്നോ ഇതിൻ്റെ ഫൈനലോട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇത് വരച്ച് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു ഭംഗി എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത്. ഞാൻ ചുമ്മാ പറയല്ല എന്ന് നിങ്ങൾക്കപ്പം മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയേ. ഇനി വരയ്ക്കാനിരിക്കുന്ന ഹാർട്ടിന് ചുറ്റും ഒരു ഡിസൈൻ വരുന്ന സംഭവം ഉണ്ടല്ലോ, അതും ഭയങ്കര ഭംഗിയായിരുന്നു വാൾ സ്റ്റിക്ക് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇത് കംപ്ലീറ്റ് ആകുമ്പോൾ നോക്കി എന്തോ ഒരു ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് തന്നെ എന്നോടൊരു എന്താ പറയുക എനിക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വന്ന് ഈ വാൾ പോസ്റ്റേഴ്സിൻ്റെ എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ. ഇനി ഞാൻ വിചാരിച്ച പോലത്തെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു റീച്ച് കൂടെ എൻ്റെ ചാനലിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ മോട്ടിവേഷനാവും. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തൊക്കെ തരം വീഡിയോസാണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമെന്നുണ്ടെങ്കിൽ അതുകൂടെ കമൻറ്റിൽ പറയുക. അപ്പോൾ നമുക്ക് അതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്യാം. എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് അത് ചെയ്യാം. എൻ്റെ വീഡിയോസ് കണ്ടിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ചെറിയൊരു എമൗണ്ടിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് റൂം സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഇത്രയും ചെയ്തതിൽ എനിക്ക് ഒരു ബഡ്ജറ്റ് പോലും ഇതുവരെ എൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. കാരണം എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടാക്കിയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത്. കളേഴ്സ് ആവട്ടെ, അതുപോലെ ചാർട്ട് എല്ലാം എൻ്റെ കയ്യിൽ ഓൾറെഡി കുറച്ച് മുന്നേ ഞാൻ ഓരോരോ കാര്യങ്ങൾക്കായിട്ട് മേടിച്ച് വെച്ചിട്ടുള്ളത് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാണ് ചെയ്തത്. ഒരുപാട് കാലമായിട്ട് ഇതിങ്ങനെ റൂമിൽ വെച്ചിട്ട് അത് എൻ്റെ പോരാളി അതെടുത്ത് ഒഴിവാക്കാനിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എനിക്കിങ്ങനെ റൂം മേക്ക് ഓവർ ചെയ്യാം, അതെനിക്ക് യൂസ് ചെയ്യാമെന്നുള്ളൊരു സംഭവം എൻ്റെ മൈൻഡിൽ വന്നത്. അപ്പോൾ പിന്നെ എന്തിന് ഞാൻ വെറുതെ കഷ്ടപ്പെടണം, ജസ്റ്റ് വീഡിയോ എടുത്ത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് റൂം മേക്ക് ഓവർ സീരീസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇത് റൂം മേക്ക് ഓവർ സീരീസിൻ്റെ 4ാമത്തെ പാർട്ടാണ്. ഇതിന് മുന്നത്തെ വീഡിയോസ് എല്ലാം ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതൊക്കെ പോയിട്ട് കാണാം. അതുപോലെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യുകയും ചെയ്യാം. എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആവട്ടെ. ഈ ഒരു ഡിസൈൻ ഞാൻ ഒരുപാട് പ്രതീക്ഷയോടുകൂടി വരച്ചതാണെങ്കിലും ഇതിൻ്റെ ഫൈനൽ ഔട്ട് ഞാൻ വിചാരിച്ച പോലെയല്ല വന്നത്. എന്നാൽ പിന്നെ ചിലത് ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും അടിപൊളിയായിട്ട് വരികയും ചെയ്തു. മൊത്തത്തിൽ കാണുമ്പോൾ ഇത് ഓക്കെയാണ്. എന്നാലും എല്ലാം റെഡി ആയിട്ട് ഇങ്ങനെയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ഓരോന്നിൻ്റെയും ഭംഗി ഇനി അറിയാൻ പോകുന്നത് വാളിൽ സ്റ്റിക്ക് ചെയ്യുമ്പോഴാണ്. ഓരോന്നായിട്ട് കണ്ടു നോക്കിയേ. ഇനി നമുക്കിത് വാളിൽ സ്റ്റിക്ക് ചെയ്താലോ. ഞാൻ ഡബിൾ സൈഡ് ടാപ്പ് യൂസ് ചെയ്തിട്ടാണ് വാളിൽ സ്റ്റിക്ക് ചെയ്തത്. നാനോ ടാപ്പ് യൂസ് ചെയ്തിട്ട് എനിക്ക് വല്ലാണ്ട് അങ്ങോട്ട് സ്റ്റിക്കി ആയിട്ട് ഇരിക്കുന്ന പോലെ തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ഡബിൾ സൈഡ് ടാപ്പാണ് യൂസ് ചെയ്യുന്നത്. ഓരോ വാൾ പോസ്റ്റേഴ്സും എവിടെ വെച്ചാലാണ് ഭംഗി ഉണ്ടാവുക, എങ്ങനെയാണ് ചേർന്ന് പോവുക എന്നുള്ളത് ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. അത്യാവശ്യം കാണാനും നമ്മുടെ വീഡിയോയിൽ വരുന്ന ഭാഗങ്ങളിലൊക്കെ അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുള്ള സംഭവങ്ങളാണ് ഞാൻ ഒട്ടിച്ചിട്ടുള്ളത്. അതിൻ്റെ മേലേക്കും അതുപോലെ കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയിലും അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഒട്ടിച്ച് കഴിയുമ്പോഴുള്ള ഫൈനൽ ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അറേഞ്ച് ചെയ്തത് എങ്ങനെയുണ്ട് എന്നുള്ളത്. ഫൈനൽ ലുക്കിൽ നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ പറയണം. ഇത് പാർട്ട് 1 ആണ്. ഞാനിപ്പോൾ 8 വാൾ പോസ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 8 വാൾ പോസ്റ്റേഴ്സിൻ്റെ വീഡിയോ പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്കും കൂടെ കണ്ടിട്ട് നിങ്ങൾക്ക് എൻ്റെ മൊത്തത്തിലുള്ള വാൾ പോസ്റ്റേഴ്സിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ പറയണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ ഉള്ള സപ്പോർട്ട് പോലെ തന്നെ ഫ്യൂച്ചറിലുള്ള വീഡിയോസിലും നിങ്ങൾ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയും വേണം. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഇതുപോലത്തെ DIY വീഡിയോസ് ഒരുപാട് ഇനി വരാനുണ്ട്. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന DIY സാധനങ്ങളുടെയൊക്കെ വീഡിയോസ് ഇനി ഒരുപാട് വരാനുണ്ട്. അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യും. നല്ല നല്ല വീഡിയോസ് ഇനി ഫ്യൂച്ചറിൽ വരാനുണ്ട്. ഒരു തുടക്കം എന്ന രീതിയിൽ ആദ്യം വീഡിയോ എടുക്കുന്ന കോർണർ സെറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് റൂം മേക്ക് ഓവർ സ്റ്റാർട്ട് ചെയ്തത്. ഇനി ക്രാഫ്റ്റായിട്ടും ആർട്ടായിട്ടും കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. ഗീവ് അവേ വരാനുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് ജസ്റ്റ് കമൻറ്റിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാ വീഡിയോസിനും നിങ്ങളുടെ സപ്പോർട്ടും ഇഷ്ടങ്ങളൊക്കെ പ്രതീക്ഷിച്ചാണ്. ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ എന്തായാലും പറയാൻ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ഹാർട്ട് ഇമോജിയെങ്കിലും ജസ്റ്റ് കമൻ്റായിട്ട് പറയണേ. അപ്പോൾ പാർട്ട് 2 ആയിട്ട് വരാം. ബൈ.